നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിപ്പം ഡയറക്ഷൻ പോകുന്നത് കായംകുളം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പം ഓച്ചിറയിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നമ്മൾ മുൻപ് കണ്ട വീഡിയോയിലേക്കായി കുറച്ചും കൂടെയൊക്കെ പണി ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി പുരോഗമിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് 19/10/2025 രാവിലെ എടുത്തതാണ്. ഏകദേശം ഒരു 7:30 മണി. ഏതാണ്ട് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് വല്യത്തി ജംഗ്ഷൻ എന്നാണ് പേര്. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് നിവാസികൾ സമരം തുടങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ്. അപ്പം ഇപ്പുറത്ത് വലതുഭാഗത്തായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പുറത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു അണ്ടർപാസ് വേണമെന്നാണ് പറയുന്നത്. അതിനി എന്താകുമെന്ന് അറിയത്തില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേറെ കിട്ടിയിട്ടില്ല. നമ്മളിനി നേരെ ഓച്ചിറയിലെ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ കല്ലൂർ മുക്ക് ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നേരത്തെ ഓച്ചിറയിലെ സിഗ്നൽ ഉണ്ടായിരുന്നത്. അതൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുമ്പോട്ട് വരുമ്പം കോൺക്രീറ്റ് വർക്കുകളാണ് താഴ്ഭാഗത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കോൺക്രീറ്റ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. തുലാമാസമായതോടുകൂടി മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മഴക്കോളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്യും, പിന്നെ ഇങ്ങനെ ചാറി നിൽക്കും. പെയ്യത്തും ഇല്ല, പെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് മഴ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിനി കല്ലൂർ മുക്ക് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അതാണ്ട് ഈ കാണുന്ന രീതിയിലുള്ള പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇത്രത്തോളം വീതിക്കായിട്ട് വലതുഭാഗത്തായിട്ട് കാണുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് കുറച്ച് സൈഡിലായിട്ട് കുറച്ച് നീളത്തിലായിട്ട് തന്നെ കുറച്ചും കൂടെ കോൺക്രീറ്റ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ നേരെ ഇനി മുമ്പോട്ട് നേരെ വരുന്നത് പരബ്രഹ്മ ഹോസ്പിറ്റൽ വരുന്ന ഭാഗത്തേക്കാണ്. അതിന് മുമ്പാണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ട് വലതുഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇനി ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് പുരോഗമിക്കണം. പരബ്രഹ്മ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് പിന്നെ സർവീസ് റോഡ് ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിക്കുന്നത്. അതിന് മുമ്പ് ടോൾ പ്ലാസ ആയതുകൊണ്ട് അവിടെ സർവീസ് റോഡ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് ഭാഗം ആറുവരിപ്പാത വരുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇടതുഭാഗത്തായിട്ട് അവർ പഴയ റോഡ് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പം മെറ്റിൽ കൊണ്ടുവന്നിട്ട് നികത്തുന്ന പണി കുറച്ച് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ കുറച്ച് പെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം തുലാമാസം ആയതോടുകൂടി മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് പണി പെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം പണി ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ ഭാഗത്തൊക്കെ ആയിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്ത് പോസ്റ്റ് സ്ട്രീറ്റ് ലൈനിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് കരുതുന്നത്. പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് വരികയാണ്. വലിയകുളങ്ങര ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വലതുഭാഗത്തായിട്ട് കാണുന്ന സൈഡിൽ കൂടിയാണ് റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ ഓണത്തിന് ഉത്തരാടത്തിൻ്റെ അന്ന് 3 പേര് ആക്സിഡൻറ്റ് പെട്ട് മരിച്ചത്. സൂപ്പർ ഫാസ്റ്റിലേക്ക് മഹേന്ദ്രയുടെ താർ റോക്സ് വാഹനം കൊണ്ടിട്ട് ഇടിച്ച് കയറ്റുകയായിരുന്നു. അങ്ങനെ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തെ ദൃശ്യം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവിടെ എത്തുമ്പോൾ നമുക്കൊരു വീതിക്കുറവ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല സ്ഥലത്തും അങ്ങനെയാണ്. വാഹനങ്ങൾ ഓടിച്ച് വരുമ്പം അതൊക്കെ വരാൻ ശ്രമിക്കുക. പലയിടത്തും പണികളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ നേരെ ഇപ്പം ചങ്ങൻകുളങ്ങര അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ കുറച്ചും കൂടെ അവർ വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തും കുറേ കൂടി മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഡ്രോൺ വീഡിയോ കാണുമ്പോഴാണ് നമുക്കിത് പണി ഇച്ചിരിയെ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ താഴെ കൂടെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡാണ് കൊണ്ടുവന്ന് ഇറക്കി ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പം നേരെ
ചങ്ങംകുളങ്ങര കഴിഞ്ഞ് ഒവാക്കാവ് ഭാഗത്തേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതു ഭാഗത്തായിട്ട് ദാണ്ട് ആ 2 പോസ്റ്റ് ഇരിക്കുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ആൾക്കാർ കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിലാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് മുങ്ങിക്കളയുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം, ഒരു കനാലാണ് കടന്നു പോകുന്നത്. അവിടെ എത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് കളയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഭാഗത്ത് തന്നെ കൂടുതൽ പട്ടികളുടെ ശല്യമുണ്ട്. അപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലോട്ട് വരുന്നിടത്ത് ട്യൂഷൻ സെൻ്ററൊക്കെ ഉള്ളതാണ്. ഒരുപാട് കൊച്ചുകുട്ടികളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പഠിക്കാനും വരുന്നതാണ്. പട്ടികളുടെയൊക്കെ ശല്യം ഈ ഒരു ഭാഗത്തായിട്ട് വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നതോടുകൂടി കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു ഭാഗത്തും കുറേ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് 2 ഭാഗത്തും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ചുകൂടി പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ചങ്ങംകുളങ്ങരയിലൊരു കണ്ടിട്ടൊരു വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ കുറച്ച് ദൂരത്തിൽ നിന്ന് തന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയും നടക്കാനുണ്ട്. നമുക്കിപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ട് എത്തുമ്പം പകുതി സ്ഥലത്തായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. 2 സൈഡിലും അണ്ടർപാസിൻ്റെ ഭിത്തിയുടെ നിർമ്മാണം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. 2 മാസം മുമ്പ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. പകുതിയോളം കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി ഒവാക്കാവ് കഴിഞ്ഞിട്ട് നേരെ ഇനി പുത്തൻതെരു ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ പുത്തൻതെരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് നേരെ ആനന്ദ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പം അവിടെ വരെ ഇടതുഭാഗത്തുകൂടി സർവീസ് റോഡിൽ കൂടിയാണ് കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കായംകുളം ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾ നമ്മളിപ്പം വലതുഭാഗത്തായിട്ട് കാണുന്ന 3 വരിക്ക് കുറച്ച് ഭാഗം ടാർ ചെയ്ത ഭാഗത്തോടെയാണ് അങ്ങോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ വലതുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടി കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒവാക്കാവിൽ അണ്ടർപാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി ആരംഭിക്കാനുണ്ട്. അപ്പോൾ ഉടൻ തന്നെ വലതുഭാഗത്തൊക്കെ ആയിട്ടുള്ള സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടും എന്നാണ് കരുതുന്നത്. അപ്പോൾ നേരെ നമ്മൾ ആനന്ദ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ആനന്ദ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഓച്ചറ മുതൽ നമ്മൾ കരുനാഗപ്പള്ളി വരെയുള്ള സ്ഥലം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായതും അപകടത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളതും. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ 6 വരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പുത്തൻതെരു എത്തുന്ന ഒരു സ്ഥലം. ഓച്ചിറയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം 6 വരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താണ്ട് ഈ ഏകദേശം ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുമ്പോഴും പലപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് ആക്സിഡൻ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപകട സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഭാഗത്ത് ഇല്ലെങ്കിലും എങ്ങനെയൊക്കെയോ ആക്സിഡൻ്റ് ഉണ്ടാവുന്നുണ്ട്. നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ വലതുഭാഗത്തായിട്ടുള്ള ബാക്കി ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണികൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തെയൊക്കെ ഏകദേശം ലെവലായി കിടക്കുകയാണ് 6 വരിപ്പാതയുടെയും സർവീസ് റോഡിൻ്റെയും. പിന്നെ ഈ ഒരു ഭാഗത്തെ പണി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രാഷ് ബാരിയറിൻ്റെ കഴിയാനുണ്ട്. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞു പോയി ഇപ്പോൾ ഒരു 2 സെക്കൻഡിന് മുമ്പേ കഴിഞ്ഞു പോയ ഭാഗത്ത് ഇടത്തെ സൈഡിൽ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുള്ള ഭാഗത്തായിട്ട് കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണെന്ന് തോന്നുന്നു രാത്രി കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇടിച്ച് അതിൻ്റെ ഫ്രണ്ടെല്ലാം ചളുങ്ങിപ്പോയി. അവിടെ തന്നെ ആണ് ഒരു ലോറി ഡ്രൈവർ രാത്രിയിൽ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കടന്നുറങ്ങിയതാണ്. അതിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് വേറൊരു ലോറിക്കാരൻ കൊണ്ടുവന്ന് ഇടിച്ച് അത് വലിയൊരു അപകടമൊക്കെ ഉണ്ടായൊരു സ്ഥലമാണ്. അപ്പം പല സ്ഥലത്തും ഇതേപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. നമ്മളിപ്പം നേരെ പുതിയകാവ് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. പുതിയകാവിലെ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി തന്നെ വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ശ്രദ്ധിക്കുക അടിയിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. നമ്മൾ
അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറിവാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ലോഡും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം പുതിയകാവിലെ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അടിയിൽ കൂടി ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങിയതാണ്. പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാൻ മാത്രമല്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് വെച്ചിരിക്കുന്ന ഭാഗത്ത് കുറേ കൂടി ഉയരത്തിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി പോകുമ്പോഴും ഇടതുഭാഗം ചേർന്ന് പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കയറി വരുന്ന വാഹനങ്ങളുമായിട്ട് ഇടിക്കാനുള്ള സാധ്യതയും ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അണ്ടർപാസിനകത്ത് കയറുമ്പോഴും നമ്മൾ ഇടതുവശം ചേർന്ന് പോകാൻ ശ്രമിക്കുക. പുതിയകാവിലെ പുതിയ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ നേരെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് KCB, പിന്നെ വലതുഭാഗത്തായിട്ടുള്ള താജ്മഹൽ പള്ളി, അതൊക്കെ കഴിഞ്ഞ് നേരെ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോവുകയാണ്. പുതിയകാവിൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള ഭാഗത്തും അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് കുറച്ചും കൂടി ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇവിടുന്ന് റോഡ് പൊളിച്ചത് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ പുതിയതായിട്ടുള്ള മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. വലതുഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടുത്തെ പുതിയ കാഴ്ചകളെന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പുതിയതായിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെയും നമുക്കിപ്പോൾ രണ്ട് സൈഡിലും പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് പോസ്റ്റുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ബാക്കി ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണം പുരോഗമിക്കേണ്ട ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഇടത് ഭാഗത്തായിട്ട് ഒരു മങ്ങിയ ഭാഗം കാണാൻ പറ്റും. അതിപ്പം മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്, മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളത്തുള്ളി വന്ന് ആ ഒരു മൂലയ്ക്ക് വന്ന് വീണതാണ്, അവിടെ ഒരു മങ്ങൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അതായത് അങ്ങ് എൻഡ് വരെ ഉണ്ട് ആ ഒരു സംഭവം. നമ്മളിപ്പോൾ ഇനി നേരെ മുമ്പോട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കെട്ടിടമൊക്കെ വലതുഭാഗത്തായിട്ട് കുറേ കൂടിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു മുമ്പിൽ നിന്നാണ് പിന്നെ വലതുഭാഗത്തോട്ട് 3 വരിക്ക് കുറച്ചും കൂടെ ടാർ ചെയ്ത ഭാഗത്തോട്ടാണ് പിന്നെ കരുനാഗപ്പള്ളി കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ പോകുന്നത്. ഇങ്ങോട്ട് കായംകുളം ഭാഗത്തോട്ട് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ട് പിന്നെ ക്രോസ് ചെയ്തിട്ട് വലതുഭാഗത്തായിട്ടുള്ള 3 വരി കൂടിയാണ് പിന്നെ കായംകുളം ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് ഡൈവർഷൻ എന്ന് പറഞ്ഞാലുള്ള കാഴ്ചകൾ. പിന്നെ ഇടതുഭാഗത്തായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് പിന്നെ കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ടാണ് പുരോഗമിക്കുന്നത്. കുറേ കൂടി ഗർഡറുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഡേഞ്ചർ ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല, പക്ഷേ ചെറിയ ചെറിയൊക്കെ ഇടി ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. നേരെ മുമ്പോട്ട് പോയാണ്. കൂടുതൽ സ്ഥലങ്ങളിലായിട്ട് പൈലിംഗ് വർക്കുകൾ നടന്നിട്ട് തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിൽ AM ഹോസ്പിറ്റൽ എത്തുന്ന സ്ഥലത്തൊക്കെ ഇനി പിയറുകളുടെ കോൺക്രീറ്റും പിന്നെ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. നമുക്കിപ്പം കരുനാഗപ്പള്ളി പെട്രോൾ പമ്പ് എത്തുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മിനി സിവിൽ സ്റ്റേഷൻ, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനൊക്കെ വലതുഭാഗത്തേക്ക് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് ഇനി കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡ് വരുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എസ് ഭാരത് നിന്നിരുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നീളത്തിൽ കഴിഞ്ഞിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമുക്കിപ്പം കുറച്ചും കൂടെ വലതുഭാഗത്തുകൂടിയായിരുന്നു കൊല്ലം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗർഡറുകൾ ഇപ്പം ലാലാജി ജംഗ്ഷനിൽ നിന്ന് സ്റ്റാൻഡിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്തായിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗർഡർ വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ അവർ മുകളിൽ ഇപ്പം
കമ്പികളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ. അത്യാവശ്യം ഈ ഒരു ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പം എച്ച്.ആൻഡ്.ജെ മാൾ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. എച്ച്.ആൻഡ്.ജെ മാൾ ഭാഗത്ത് ഇനി ഇടതുഭാഗത്തൊക്കെ ആയിട്ട് പൈലിങ് പുരോഗമിക്കാനുണ്ട്. വലതുഭാഗത്ത് എനിക്ക് തോന്നിക്കുന്ന കുറച്ച് പൈലിങ് പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നേരെ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞേച്ച് നമ്മൾ ഇനി കന്നേറ്റി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ വലതുഭാഗത്ത് ഇനി ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും പണി തീരാനുള്ള സാധ്യതയുള്ളൂ. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഭാഗത്ത് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഇവിടുന്ന് ഇനി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളെല്ലാം ഉയർത്തി വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഭാഗത്ത് ഇനി പണി പുരോഗമിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. നമ്മളിനി നേരെ കന്നേറ്റി പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ വരെ ഇത്രത്തോളം ഗർഡറുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പഴയ പോസ്റ്റ് നിലവിൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇവിടെ ഇനി ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി നടക്കാനുണ്ട്. നമ്മൾ കന്നേറ്റി പാലം എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി പഴയ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നതാണ്. KMML ഭാഗത്തു നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള ട്രെയിൻ പാളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അണ്ടർപാസ് ആയിരുന്നു നമുക്കതാണ്ട് ഈ കാണുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ റിറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ മുകളിലായിട്ട് തന്നെ കമ്പികൾ ഉയർത്തി വെച്ചിട്ടുള്ള പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ ഡ്രെയിനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി മഴയില്ലെങ്കിൽ വീണ്ടും എത്തും. കാത്തിരിക്കുക.